നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദി ഫേസസ് ഓഫ് എ കമ്പൈലർ. 3 ഫേസസ് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി, ബാക്കിയുള്ള 3 ഫേസസ് കൂടെയാണ് ഇനി പറയാനുള്ളത്. സോ ടോട്ടലി വി ആർ ഹാവിങ് 6 ഫേസസ്, റൈറ്റ്? 6 ഫേസസ് ആണ് നമുക്ക് ടോട്ടലി ഉള്ളത്. അപ്പം ആദ്യമേ എനിക്ക് എൻ്റെ സോഴ്സ് കോഡിനെ കിട്ടും. ലെക്സിക്കൽ അനാലിസിസിൽ ഞാൻ കൊടുക്കും. ലെക്സിക്കൽ അനലൈസറിൽ നിന്നും എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ടോക്കൺസ് ആണ്. ടോക്കൺസ് സിൻടാക്സ് അനാലിസിസിന് സിമാൻറ്റിക്സിൽ കൊടുക്കുമ്പോൾ എനിക്ക് സിൻടാക്സ് ട്രീ ആണ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എറർ ഹാൻഡ്ലിങ്ങിനുള്ള ഒരു മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഉണ്ട്, സിമ്പിൾ ടേബിൾ ഉണ്ട്. സോ സിമ്പിൾ ടേബിൾ എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനിയുള്ള സെക്ഷൻസിൽ പറഞ്ഞു പോകാം. ഫസ്റ്റ് ഫേസ് ഓഫ് എ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ സ്കാനിങ് എന്ന് നമ്മൾ പറയും. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനലൈസറാണ്. സോ ലെക്സിക്കൽ അനലൈസർ എന്ന് പറയുന്നത് എൻ്റെ സോഴ്സ് പ്രോഗ്രാമിൽ ഉള്ള സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്ത് അവരെ ഈക്വിവാലൻറ്റ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ലെക്സിക്കൽ അനലൈസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ടോക്കൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ടോക്കൺ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതാണ് ഇത്. ടോക്കൺ നെയിം ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ. ടോക്കൺ നെയിം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ദി ടോക്കൺ ആണ് വരുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, പൊസിഷൻ, ഇനീഷ്യൽ, റേറ്റ് 60. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടോക്കൺ എന്ന് വിചാരിക്കുക. എൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് പൊസിഷൻ? പൊസിഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ടോക്കൺ ആണ്? ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ, റൈറ്റ്? യൂഷ്വലി ഐഡൻറ്റിഫയർ നമ്മൾ ID വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മോർ ദാൻ 1 ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ID1, ID2, ID3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. സോ ഫസ്റ്റ് പാർട്ട് ടോക്കൺ നെയിം എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് തന്നേക്കുന്ന ആ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഏത് സെക്ഷനിലാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ടോക്കൺ നെയിം എടുക്കുന്നത്. ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്കൊരു സിമ്പിൾ ടേബിൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, ആ ഒരു സിമ്പിൾ ടേബിളിലെ എൻട്രീനെ പോയിന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട് വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോ, പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊസിഷന് നമ്മൾ ഒരു ബേസിക്കലി അതൊരു ഐഡൻറ്റിഫയർ ആണ്. അതിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ID1 എന്നാണ്. അതായത് എൻ്റെ IDs, എൻ്റെ ഐഡൻറ്റിഫയർ ആണ് എൻ്റെ ടൈപ്പ്. സോ ഞാൻ നേരത്തെ പറഞ്ഞത് ID1. അപ്പം ഫസ്റ്റ് പൊസിഷനിലാണ് എൻ്റെ സിമ്പിൾ ടേബിളിലെ ഫസ്റ്റ് പൊസിഷനിലാണ്, എൻ്റെ ഐഡൻറ്റിഫയറിൻ്റെ ഫസ്റ്റ് പൊസിഷനിലാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന വേരിയബിൾ, അല്ല ഈ പൊസിഷൻ എന്ന് പറയുന്ന ഈ ലെക്സിം ഇരിക്കുന്നത് എന്നതാണ് പറയുന്നത്. ഇനി അടുത്ത ഐഡൻറ്റിഫയർ ഇനീഷ്യലിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ID2 ആണ്. അതായത് എൻ്റെ സെക്കൻഡ് പൊസിഷനിലാണ് ഇനീഷ്യൽ ഇരിക്കുന്നത്. ഇനി അടുത്തത് ഏതാണ്? റേറ്റ് ആണ്. റേറ്റ് ID3 ആണ്. സോ റേറ്റ് ID3യിലാണ് വരുന്നത്. ഇനി ഇപ്പം അടുത്ത എന്താണ്? എനിക്ക് അടുത്തുള്ളത് പ്ലസ്, ഈക്വൽ ടു, മൾട്ടിപ്ലിക്കേഷൻ പോലത്തെ സംഭവങ്ങളാണ്. അവരെ നമ്മൾ ഒരു രീതിക്കുള്ള ടൈപ്പിലോട്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് ഐഡൻറ്റിഫയേഴ്സിനാണ് സിമ്പിൾ ടേബിളിൻ്റെ ആവശ്യം വരുന്നത്. ഇവർക്ക് സിമ്പിൾ ടേബിളിൻ്റെ ആവശ്യം വരാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇവരുടെ ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്നത്. 60 നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്, ബിക്കോസ് ഓൾറെഡി നമുക്ക് വാല്യൂ അവിടെ ഉണ്ട്. സോ നമ്മൾ ആ നേരത്തെ മേളിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിളിനെ നമുക്ക് ഇങ്ങനെ എടുത്തെഴുതാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്? നമുക്കുണ്ടായിരുന്ന സോഴ്സ് പ്രോഗ്രാമിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ, ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിനെയും ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള ബ്ലാങ്ക് സ്പേസസിനെ ഡിസ്കാർഡ് ചെയ്യും ആര്? ലെക്സിക്കൽ അനലൈസർ. സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾക്ക് വേറൊരു എക്സാമ്പിളോട് നോക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുവാണ്. റിസൾട്ട് ഈസ് ഈക്വൽ ടു A+B. ഇതിനെ ഞാൻ എങ്ങനെയാണ് ടോക്കണായിട്ട് എഴുതുന്നത്? ഫസ്റ്റ് തിങ്, എൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ഏതാണ്? റിസൾട്ടാണ്. റിസൾട്ട് ഒരു ലെക്സിമാണ്, അതൊരു ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? ID1 ആയിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലേ? തെറ്റില്ലല്ലോ, കാരണം ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയറിൽ ഫസ്റ്റ് പൊസിഷൻ ഇതിന് കൊടുക്കുന്നു. ഇനി അടുത്തത് ഈക്വൽ ടുവിന് എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, കാരണം ഇതിൻ്റെ വാല്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് സിമ്പിൾ ടേബിളിൽ നിന്ന് റിട്രീവ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി അടുത്തത് നോക്കിക്കേ, എ എന്താണ്? എ ഒരു ഐഡൻറ്റിഫയർ ആണ്. സോ ID2, അതായത് എൻ്റെ സിമ്പിൾ ടേബിളിൽ സെക്കൻഡ് പൊസിഷനിലാണ് എ കിടപ്പുള്ളതെന്നുള്ളത്. അടുത്തത് എന്താണ്? പ്ലസിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്നു. ബിനെ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? ID3, അതായത് എൻ്റെ ഐഡൻറ്റിഫയർ ആണ്, തേർഡ് പൊസിഷനിലാണ് സിമ്പിൾ ടേബിൾ ഉള്ളത് എന്നുള്ളത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നാൽ ഒരു എക്സ്പ്രഷനെ ഇങ്ങനെ ടോക്കണൈസ് ചെയ്യാനായിട്ട് സാധിക്കും.
അടുത്തത് നമ്മൾ ഈ ഒരു ലെക്സിക്കൽ അനലൈസറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ടേംസ് ആണ് നമ്മൾ എന്താണ് ഏതാണെന്നുള്ളത്. കാരണം യൂഷ്വലി ഇതൊരു 3 മാർക്കിനൊക്കെ എന്താണ് പാറ്റേൺ, എന്താണ് ടോക്കൺ, എന്താണ് ലെക്സീം എന്നൊക്കെ ചോദിക്കും. വാട്ട് ഈസ് എ ടോക്കൺ? ടോക്കൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ലോജിക്കൽ എൻറ്റിറ്റി. അതായത് എനിക്ക് എൻ്റെ സോഴ്സ് പ്രോഗ്രാമിൽ എനിക്കൊരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് കാണും അല്ലേ. ഈ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ എനിക്ക് എന്തെങ്കിലും എൻറ്റിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ വിൽ കോൾ ദോസ് ടോക്കൺസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, അല്ലെങ്കിൽ റിസൾട്ട് അല്ലേ, റിസൾട്ട് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേനും ബേസിക്കലി ദീസ് ആർ ഓൾ എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. പക്ഷേ ഇതിനെ എനിക്ക് ഐഡൻറ്റിഫയർ ആയിട്ടും ഇതിനെ എനിക്ക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഓരോന്നിനും ലോജിക്കലായിട്ടൊരു ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് നോക്കുന്നത് ലെക്സീമാണ്. ലെക്സീം എന്ന് പറയുന്നത് ബേസിക്കലി ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എനിക്കൊരു ഇഫ് ടോക്കൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഒരു ലെക്സീമിനെ ഞാൻ എങ്ങനെയാണ് ഇതൊരു ലെക്സീമാണോ അല്ലയോ നോക്കുന്നത്, ഇപ്പം അല്ലെങ്കിൽ ഈ ഒരു ലെക്സീമിനെ ഞാൻ എങ്ങനെ ഒരു ടോക്കൺ ആണോ അല്ലയോ നോക്കുന്നത്. ഇഫിന് എന്തൊക്കെ ക്യാരക്ടേഴ്സ് അല്ലേ, ഐയും ഉണ്ട് എഫും ഉണ്ട്. സോ ദീസ് ആർ മൈ ലെക്സീംസ്. പിടി കിട്ടിയോ? ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയും. അതായത് ഒരു ടോക്കണിനെ മാച്ച് ചെയ്യാനായിട്ടുള്ള ആൽഫബറ്റ്സ് അല്ലെങ്കിൽ എലമെൻസിനെയാണ് നമ്മൾ ലെക്സീംസ് എന്ന് പറയുന്നത്. അപ്പം പാറ്റേൺ എന്താണ്? പാറ്റേൺ എന്ന് പറയുന്നത് ഈ ലെക്സീംസിൻ്റെ ഒരു കോമ്പിനേഷൻ വിച്ച് വിൽ റിസൾട്ട് ഇൻ ദി ടോക്കൺ അല്ലേ, വിച്ച് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട്. അങ്ങനെയുള്ള സെറ്റ് ഓഫ് സ്ട്രിങ്സിനെ നമ്മൾ പാറ്റേൺ എന്നും വിശേഷിപ്പിക്കും. കൺഫ്യൂസ്ഡ് ആയിക്കരുത്. ടോക്കൺസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോജിക്കൽ എൻറ്റിറ്റിയാണ്. അവർക്കൊരു മീനിങ് ഉണ്ട്. ഇപ്പം ഐഡൻറ്റിഫയേഴ്സ്, കീവേഡ്സ്, ഓപ്പറേറ്റേഴ്സ് ഒക്കെ. ഈ ഐഡൻറ്റിഫയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐഡൻറ്റിഫയറുടെ ഓരോ ക്യാരക്ടേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം അല്ലേ. ആ ഓരോ ക്യാരക്ടേഴ്സിന് നമ്മൾ ലെക്സീംസ് എന്ന് പറയും. അപ്പം ഈ ഒരു ക്യാരക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു പാറ്റേൺ നമുക്ക് സക്സസ്ഫുൾ ആക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോക്കൺ ആണ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം 3 എണ്ണത്തിൻ്റെയും ഡിഫറൻസസ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫേസിലോട്ടാണ് പോകുന്നത്. ദാറ്റ് ഇസ് സിൻടാക്സ് അനാലിസിസ്. സിൻടാക്സ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് ഫേസ് ആണ്, വിച്ച് ഈസ് ഓൾസോ നോൺ ബൈ ദ ടേം പാഴ്സിങ്. സോ പാഴ്സിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ലെക്സിക്കൽ അനലൈസറിൽ നിന്നും കിട്ടുന്ന നമ്മളുടെ ടോക്കൺസ് നമ്മൾ ട്രീ ഫോർമാറ്റിലാക്കാണ് ചെയ്യുന്നത്. ഇവിടെ സിൻടാക്സ് ട്രീയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈ ഈക്വൽ ടു സൈൻ അല്ലെങ്കിൽ മൈ അസൈൻമെൻറ്റ് ഓപ്പറേഷനെയാണ് ഞാൻ റൂട്ടിൽ വെക്കുന്നത്. എൻ്റെ ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത് ബേസിക്കലി എൻ്റെ ഫൈനൽ ഈക്വേഷൻ ആയിരിക്കും. ആൻഡ് എൻ്റെ ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടൊരു സംഭവമുണ്ട്, പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. അപ്പം ഇതിൽ നമ്മൾ ലീഫ് നോട്ട്സിനെ നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റ് നമ്മൾ ഒഴിവാക്കുകയാണ്. ബിക്കോസ് പാഴ്സറിലോട്ട് പോകുന്നത് ടോക്കൺസ് ആണ്. ഈ ടോക്കൺസ് ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ലീഫ് നോട്ട്സിന് നമ്മൾ ഈക്വേഷൻ എഴുതുന്ന ആ ഒരു സ്റ്റെപ്പ് ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് സിൻടാക്സ് അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ റിസൾട്ട് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞ് നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തിരുന്നു അല്ലേ. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതിയത്? ID1 ഇസ് ഈക്വൽ ടു ID2 പ്ലസ് ID3. ഇതിനെ ഞാൻ എങ്ങനെയാണ് എനിക്കൊരു പാഴ്സ് ട്രീ ആക്കാൻ പറ്റുന്നത്? എൻ്റെ ഈക്വൽ ടു സൈനിനെ നടുവിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് നോഡ്. എൻ്റെ റൂട്ട് നോഡ് എൻ്റെ ഈക്വൽ ടു ആണ്. ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് നോക്കിക്കേ, എന്താണ് എനിക്കുള്ളത്? ID1 ആണ് എനിക്ക് ഉള്ളത്. സോ ലെഫ്റ്റിൽ ഇനി വേറെ എലമെൻറ്റ്സിൽ ഇനി റൈറ്റിലോട്ട് നോക്കാം. റൈറ്റിലോട്ട് നോക്കുമ്പോഴത്തേനും ആദ്യമേ നിങ്ങൾ നോക്കേണ്ടത് ഏതെങ്കിലും ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ടോ എന്നാണ്. നമുക്കിവിടെ ഒരു ഓപ്പറേറ്റർ വരുന്നുണ്ട് അല്ലേ, ഒരു പ്ലസ് സൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉള്ളവരെ ഫില്ലിൻ ചെയ്ത് എഴുതുക. ID2 ID3. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു പാഴ്സ് ട്രീ ഏതൊരു ഈക്വേഷൻ ആണെങ്കിലും വരയ്ക്കുക.
സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് നമ്മൾ ലൈക്ക് ഇവർ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇനീഷ്യലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. സോ ഇവിടെ എന്താണ് എൻ്റെ LHSൽ എന്താണോ ഉള്ളത് അത് ഈ ഒരു ട്രീയുടെ ആൻസർ ആയിരിക്കും, റൈറ്റ്? ഈ ഒരു വാല്യൂവും അല്ലെങ്കിൽ ഈ ഒരു ട്രീയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സബ് ട്രീയിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഞാൻ അഡീഷൻ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നും ഈക്വേറ്റ് ചെയ്താണ് ഞാൻ ഈ ഒരു ഐഡൻറ്റിഫയറിനെ കണ്ടുപിടിക്കുന്നത്. സോ സിൻടാക്സ് ട്രീ വർക്ക്സ് ലൈക്ക് ദാസ്. നമ്മൾ താഴേന്ന് മേളിലോട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്ത് പോകേണ്ടത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സിമാൻറ്റിക് അനാലിസിസ് ആണ്. സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് ബേസിക്കലി സിൻടാക്സ് ട്രീയും സിമ്പിൾ ടേബിളും യൂസ് ചെയ്തിട്ട് നമ്മളുടെ ലാംഗ്വേജിൻ്റെ സിമാൻറ്റിക് കൺസിസ്റ്റൻസിയാണ് നോക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ യൂഷ്വലി ഇവരിവിടെ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെക്കിങ്. അതായത് എനിക്ക് തന്നേക്കുന്ന എല്ലാ ഐഡൻറ്റിഫയേഴ്സും സെയിം ടൈപ്പ് തന്നെയാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം ഇൻ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇൻറ്റിൽ മാത്രമാണോ എല്ലാവരും, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലോട്ടിൽ കൊടുത്തേക്കുവാണെങ്കിൽ ഫ്ലോട്ടിൽ മാത്രമാണോ എല്ലാവരും എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെക്കിങ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ നേരത്തെ മേളിൽ കൊടുത്തില്ല ഈ പൊസിഷൻ, ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ജസ്റ്റ് ലെറ്റ് us assume that ഈ 60 എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. ഓക്കെ, ബാക്കിയുള്ള എൻ്റെ എല്ലാ ഐഡൻറ്റിഫയേഴ്സും ഫ്ലോട്ടിലാണ് കിടക്കുന്നത്. അതായത് എൻ്റെ ഈ ഒരു പൊസിഷൻ ഫ്ലോട്ടിലാണ്, ഇനീഷ്യൽ ഫ്ലോട്ടിലാണ്, അതുപോലെ തന്നെ റേറ്റും ഫ്ലോട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം മാത്രമാണ് ഇൻറ്റി കിടക്കുന്നത്. അത് ശരിയാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു പ്രോസസ്സ് ആഡ് ചെയ്യും വിച്ച് ക്യാൻ കൺവേർട്ട് മൈ ഇൻറ്റീജർ ടു ഫ്ലോട്ടിംഗ് പോയിൻറ്റ്. ഈ ഒരു ഫങ്ഷനാലിറ്റിയാണ് ആര് ചെയ്യുന്നത്, നമ്മളുടെ സിമാൻറ്റിക് അനാലിസിസ് ചെയ്യുന്നത്. അപ്പം സിമാൻറ്റിക് അനാലൈസറിൽ നമ്മൾ ചെയ്യുന്ന സംഭവം എന്താണ്, ടൈപ്പ് ചെക്കിംഗ് ആണ്. ടൈപ്പ് ചെക്ക് ചെയ്തിട്ട് ഇഫ് ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് വാട്ട് വിൽ വി ഡു, വിൽ ആഡ് ആൻ അഡീഷണൽ പ്രോസസ് ബൈ വിച്ച് എൻ്റെ ഒരു 16 ഇൻറ്റ് ആയിരിക്കുന്ന 16 ഞാൻ ഫ്ലോട്ട് ആക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരും ഫ്ലോട്ട് അല്ലേ. സോ വിൽ ദാറ്റ് ഹാവ് എനി ഇഷ്യൂസ് ഇൻ സോൾവിങ്? ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. If I am having എൻ്റെ റിസൾട്ട് ഇസ് ഈക്വൽ ടു A+B. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കേ, ഇവിടെ റിസൾട്ട് ഇസ് ഈക്വൽ ടു A+B എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ട്രീ വരച്ചപ്പോഴത്തേന് എഴുതിയത്, ID1 + ID2 ID3 ഇതാണ് ഞാൻ ട്രീ വരച്ചപ്പോഴത്തേന് എഴുതിയത്. ഇമാജിൻ ദാറ്റ് ദിസ് ആൻസർ ഇസ് ഇൻ ഇൻറ്റ്. ദിസ് ആൻസർ ഇസ് ഇൻ ഇൻറ്റ് ബട്ട് ദിസ് ഇസ് ഇൻ സ്ട്രിങ് അല്ലെങ്കിൽ ക്യാരക്ടറാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ എനിക്ക് ഓൾറെഡി ഇപ്പം ഇത് സംഭവം ഇൻറ്റീജറാണ്. ഇപ്പം അതായത് 5, ഇപ്പം എനിക്ക് 5 + C = 2 എന്നുള്ളത് ഇവിടെ ഇപ്പം എനിക്കൊരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇൻറ്റീജറാണ് ഞാൻ ആൻസർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ചേഞ്ച് ചെയ്യണം. ഇതിനെ ഞാൻ ടൈപ്പ് ഞാൻ ചേഞ്ച് ചെയ്യണം. അതിനെന്താണ് സഹായിക്കുന്നത്, ഇവിടെ എൻ്റെ സിമാൻറ്റിക് അനാലിസിസിലാണ് ഞാനത് ടൈപ്പ് ചെക്കിങ് ചെയ്ത് ഞാൻ ഈ ഒരു സംഭവം ചേഞ്ച് ചെയ്യുന്നത്. ഐ ഹോപ്പ് സോ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലായി.